ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ ദുർഗയ്ക്കുള്ള ഓണക്കോടി നൽകുന്നു. ഇതേ സമയം അവിടേക്ക് വരുന്ന കരുണയ്ക്കും നിനക്കും ഉണ്ണിക്കുള്ള ഓണക്കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ഫ്രൂട്ട്സ് കരുണയ്ക്ക് നൽകിയതിന് ശേഷം പറയുന്നുണ്ട്, നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ചെയ്തതിന് ആ പാവം കുഞ്ഞ് എന്ത് പഴിച്ചു, അതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് ശരീരം ശ്രദ്ധിക്കാനും പറയുന്നു. ഇതെല്ലാം കാണുന്ന ദുർഗയാണെങ്കിൽ ഇവളെ അധികം സ്നേഹിക്കേണ്ട എന്നും ഇവളുടെ മനസ്സിലൊക്കെ എന്താണെന്ന് ദൈവത്തിനും പോലും അറിയില്ല എന്നെല്ലാം ഒരു മുന്നറിയിപ്പ് ദുർഗ കണ്ണന് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഉണ്ണി നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കട്ടെ, അതിന് നീയും അവനെ അനുവദിക്കണമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അങ്ങനെ കരുണ പോയതിനു ശേഷം നീ നിൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും മാത്രമല്ല ഉണ്ണിക്ക് മാസാമാസം കൊടുത്തിരിക്കുന്ന സാലറിയും കട്ട് ചെയ്യണം, അധ്വാനിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ വിലയറിയൂ എന്നും ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്. പിന്നീട് കരുണ പ്രതാപനെ വിളിച്ചിട്ട് കണ്ണൻ ഓണക്കോടിയും ഫ്രൂട്ട്സ് എല്ലാം തന്നു എന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ, ഉണ്ണി പോലും മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ലെങ്കിലും അയാളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, മാത്രമല്ല അമ്മായിയമ്മയുടെ വക കുത്തുവാക്കുകളും എന്നെല്ലാം കരുണ പരാതി പറയുമ്പോൾ മോള് വിഷമിക്കാതെ, ഈ ഓണം നമ്മുടേതാണ്, ശത്രുക്കളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് അവരെ കാത്തിരിക്കുന്നത്, അതുവരെ മോളെല്ലാവരെയും സ്നേഹിച്ച് തകർത്ത് അഭിനയിക്കാനെല്ലാം കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി, നീ എന്ത് ചെയ്യുമ്പോഴും ആ മാർക്കോ ഇതൊന്നും അറിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ എൻ്റെ കൺമുന്നിട്ട് തന്നെ ഇടിച്ച് പഞ്ചറാക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. അന്ന് നീയും ആ വാമദേവനും കോടതിയിൽ വന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടായതെന്ന് നിനക്കറിയാലോ, അവൻ ശക്തിയും ബുദ്ധിയും ഒരുമിച്ച് വെച്ചാണ് കളിക്കുന്നത്, കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് അവൻ ചാവും, നീ പൈസ കൊടുത്തയക്കുന്ന ഗുണ്ടകൾ കാരണം നിൻ്റെ തടി കേടാവുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തോമസ് വൈദ്യൻ്റെ ചികിത്സ കൊണ്ട് പോലും നിൻ്റെ ശരീരം നേരെയാക്കിയെടുക്കാൻ കഴിയില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അപ്പോൾ അമ്മയല്ലേ പറഞ്ഞത് മോളുടെ സന്തോഷം കാണണമെന്ന് പറയുമ്പോൾ അതൊക്കെ വേണം, പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മുടെയും തടി കേടാകാത്ത രീതിയിൽ വേണം എല്ലാം ചെയ്യാമെന്നും എല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. പിന്നീട് ജാനമ്മയുടെ മകനും ഭാര്യയും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് മാത്രമല്ല ചിലപ്പോൾ കടക്കാർ വന്ന് നമ്മളെ ഇവിടെ നിന്നും ഇറക്കി വിടാനും സാധ്യതയുണ്ട് എന്നെല്ലാം പറയുന്നു. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ മാറും, ലക്ഷങ്ങൾ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാടാ വെറുതെ ആരെങ്കിലും ലക്ഷങ്ങൾ തരൂ എന്നെല്ലാം ജാനമ്മ ചോദിക്കുമ്പോൾ, വെറുതെയല്ല, അതിന് പ്രത്യേകപരമായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാനോ എന്ന് ജാനമ്മ ചോദിക്കുന്നതും അതെ അമ്മ തന്നെ, അമ്മ ഇപ്പോൾ നോക്കുന്നത് ആ ഫിനാൻസിയേഴ്സ് നടത്തുന്ന കണ്ണൻ സാറിൻ്റെ കുഞ്ഞിനെയല്ലേ, ആ കൊച്ചിന് പാല് കടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പൊടി കൂടി ചേർക്കണം എന്നെല്ലാം ജാനമ്മയുടെ മകൻ പറയുമ്പോൾ എനിക്കതൊന്നും പറ്റില്ല, അതൊക്കെ മഹാപാപാണെന്ന് ജാനമ്മ പറയുന്നതും എങ്കിലേ കടക്കാർ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കാൻ തയ്യാറായിക്കോ, ഇല്ലെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലുമൊക്കെ വിഷം കഴിച്ച് മരിക്കാമെന്നെല്ലാം ജാനമ്മയുടെ മകനും ഭാര്യയും കൂടിയിട്ട് ജാനമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും വേറെ വഴിയില്ലാതെ ചങ്ക പൊട്ടുന്ന വേദനയോടെയാണെങ്കിലും അവരാ ഒരു കുടം ക്രൂരത ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് മാർക്കോ എത്തുന്നുണ്ട്. എൻ്റെ കർക്കിടക ചികിത്സ കൊണ്ട് പ്രതാപനും വാമനും അടങ്ങിയ മട്ടാണെന്നും പക്ഷേ അവരെ വിശ്വസിക്കാൻ വയ്യ, ഈ അടുത്തെങ്ങാനും കുഞ്ഞിനെ തേടി എന്തെങ്കിലും ആപത്ത് ഉണ്ടായോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ ധ്യാനത്തിലാണ്. അപ്പോൾ മാർക്കോയുടെ ചോദ്യം കേൾക്കുന്നതും അമ്മ ധ്യാനത്തിൽ നിന്നും ഉണർന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ടാവുമോ എന്നല്ല മാർക്കോ, ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, 2 തവണയാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായത്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പകുതി ദൈവവും മനുഷ്യനും ആയ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ആർക്കും കഴിയില്ല, ഇനിയും വലിയൊരു ശ്രമം തന്നെയാണ് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്, പക്ഷേ അതിനവർക്ക് ഇത്തവണ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും എന്ന് ഒരു പ്രവചനം പോലെ അമ്മ മാർക്കോയെ അറിയിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയുടെ അടുത്തെത്തുന്ന കരുണ അച്ഛൻ ചില പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും കണ്ണനും ലക്ഷ്മിയും ഓണത്തിന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടേക്ക് തിരിച്ചു വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ആ കുഞ്ഞിന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, നാളെ ആ അനന്തുവിൻ്റെ വീട്ടിൽ വലിയൊരു കൂട്ടക്കരച്ചിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഓണം എന്ന് പറയുന്നത് ഇത്തവണ കണ്ണനെയും ലക്ഷ്മിയെയും സംബന്ധിച്ച് ഒരു മഹാദുരന്തത്തിൻ്റെ മുന്നോടിയാണ് എന്നെല്ലാം കരുണ പറയുമ്പോൾ ആ കള്ള സന്യാസിയെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിട്ടിട്ട് എന്തായി,
അതുപോലെ എന്തെങ്കിലും തന്നെയായിരിക്കും ഇത്തവണയും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാം നടന്നിട്ട് മതി കരുണേ നീ ഇങ്ങനെ ആവേശം കാണിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, എൻ്റെ അച്ഛന് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയാത്തതിൽ അത്രയ്ക്ക് വേദനയുണ്ട്. അതുകൊണ്ട് അച്ഛൻ രണ്ടും കൽപ്പിച്ചാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കണ്ണനെയും ലക്ഷ്മിയുടെയും സന്തോഷം തല്ലിക്കെടുത്താൻ എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് കാണിക്കുന്നത് മഹിയും ലേഖയും കൂടി കുഞ്ഞിനെ താരാട്ടൊക്കെ പാടി ഉറക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കോളിംഗ് ബെല്ല് കേൾക്കുന്നതും ലേഖ ചെന്ന് വാതിൽ തുറക്കുകയാണ്. കുഞ്ഞാണെങ്കിലും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ ജാനമ്മയെ കാണുന്നതും കുഞ്ഞ് നല്ല ഉറക്കത്തിലാണെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ലേഖ. ഏതായാലും പ്രതാപൻ ജാനമ്മയുടെ മകൻ്റെ കയ്യിൽ കൊടുത്തയച്ച ആ പൊടിയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്, കുഞ്ഞിന് പാലിൽ കലക്കി കൊടുക്കാനായിട്ട്. ഏതായാലും അവർ വിഷമത്തോടെയാണെങ്കിലും ആ പൊടി പാലിൽ കലർത്തി മഹിയും ലേഖയും അറിയാതെ കുഞ്ഞിനത് കൊടുക്കുന്നുണ്ട്. പിന്നീട് എല്ലാം വിചാരിച്ചതുപോലെയൊക്കെ നടന്നു എന്നറിയാനായിട്ട് പ്രതാപൻ ജാനമ്മയുടെ മകനെ കാത്തു നിൽക്കുന്നു. അപ്പോൾ അയാൾ വരുന്നതും എന്തായെന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മ കുഞ്ഞിന് പാലിൽ ആ പൊടി കലർത്തി കൊടുത്തു എന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ സാറേ എന്നെല്ലാം അയാൾ ചോദിക്കുമ്പോൾ, പറഞ്ഞ കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും പ്രശ്നമൊന്നുമില്ല. നിനക്ക് പകരം ജയിലിൽ പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. അതിനൊന്നും ഒരു മടിയും എനിക്കില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം കാണണം, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ പകുതി തുക അയാളെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കരുണയാണെങ്കിൽ കണ്ണൻ വരുന്നതെല്ലാം മുകളിൽ നിന്നും കാണുന്നുണ്ട്. കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനായിട്ട് അക്ഷമയോടെയാണ് കരുണ കാത്തു നിൽക്കുന്നത്. കുഞ്ഞ് പോയി കാണുമോ, അതോ ഇനി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതോടുകൂടി തന്നെ കുഞ്ഞ് രക്ഷപ്പെട്ട് കാണുമോ, അന്ന് വിഷം കഴിച്ചിട്ടും പോവാത്ത കുഞ്ഞാണ് എന്നെല്ലാം സ്വയം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കരുണ. എന്തായാലും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണൻ ദുർഗയോട് പറയാതിരിക്കില്ല എന്നും കരുണയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കരുണ നേരെ താഴേക്ക് ചെല്ലുന്നുണ്ട്. ഏതായാലും ഇത്തവണയും ആ കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ പ്രതാപനും മുത്തശ്ശിക്കും കരുണയിലൂടെ വമ്പൻ തിരിച്ചടിയാണ് ഇത്തവണ സംഭവിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞതുപോലെ ആ കുഞ്ഞ് ആ പൊടി കലക്കി ആ പാല് കുടിച്ചു. പക്ഷേ കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല എല്ലാ തവണത്തെയും പോലെ. ഇത്തവണ കരുണയ്ക്കാണ് വയറിന് അസ്വസ്ഥതയും അതുപോലെ തന്നെ ഛർദിയും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്